Prime ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരത്തിൽ 10 മുതൽ ഗതാഗത നിയന്ത്രണം. H1N1 ബാധിച്ച് ഒരു മരണം കൂടി. ചികിത്സയിലിരുന്ന 54-കാരനാണ് മരിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിനുള്ളിൽ കണ്ടെത്തി. റെക്കോർഡുകൾ തകർത്ത് ഗുരുവായൂരിൽ വിവാഹങ്ങൾ. 355 വിവാഹങ്ങളാണ് കണ്ണന്റെ തിരുസന്നിധിയിൽ നടന്നത്. തൃശൂർ പൂരം കലക്കാനാണ് ADGPയും RSS ജനറൽ സെക്രട്ടറിയും കൂടിക്കാഴ്ച നടത്തിയതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് VD സതീശൻ. വിജയം പൂരം കലക്കി നേടിയതല്ലെന്ന് K സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ 10 മുതൽ 20 വരെ ഗതാഗത നിയന്ത്രണം. നഗരസഭയുടെ സ്റ്റിക്കറിലെത്ത ഓട്ടോറിക്ഷകൾ നഗരത്തിലെ സ്റ്റാൻഡുകളിൽ സർവീസ് നടത്തുന്നതും വിലക്കി. വ്യാപാരികൾ നടപ്പാതയിലേക്ക് സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നതും പരുത്തിപ്പാറ പള്ളി മുതൽ വടക്കാഞ്ചേരി വരെ വഴിയോര കച്ചവടവും നിരോധിച്ചു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലും കുന്നംകുളം റോഡിലും അനധികൃത പാർക്കിംഗും ഒഴിവാക്കാനും റോഡിലെ കുഴികൾ ഇല്ലാതാക്കാൻ പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശവും നൽകും. അഡ്വൈസറി യോഗത്തിൽ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. ക്രമീകരണം ഇങ്ങനെ: ഷൊർണൂർ ചേലക്കര ബസ്സുകൾ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ കയറാതെ സ്റ്റാൻഡിന് മുന്നിൽ യാത്രക്കാരെ കയറ്റി ഇറക്കണം. തൃശൂർ ചേലക്കര ഷൊർണൂർ ബസ്സുകൾ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ കയറണം. കുന്നംകുളം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഓട്ടുപാറ സെന്ററിൽ കൂടി ബസ് സ്റ്റാൻഡിൽ കയറാതെ ആളുകളെ ഇറക്കണം. കുന്നംകുളം ബസ്സുകൾ ഓട്ടുപാറ ബൈപ്പാസ് വഴി പോകണം. ഷൊർണൂർ തൃശൂർ ബസ്സുകൾ കുറാഞ്ചേരി ബസ് സ്റ്റോപ്പിൽ മാത്രം നിർത്തണം. അത്താണി സെൻട്രലിൽ ബസ്സുകൾ നിർത്താതെ നിലവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മാറ്റി നിർത്തണം. ഷൊർണൂർ ചേലക്കര ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ നിശ്ചിത സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തണം. വേലൂർ ബസ്സുകൾ സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തണം. തൃശൂരിൽ നിന്നും വരുന്ന ബസ്സുകൾ പോലീസ് സ്റ്റേഷൻ സ്റ്റോപ്പ് ഒഴിവാക്കി പൂരക്കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിർത്തണം. സംസ്ഥാനത്ത് H1N1 ബാധിച്ച് ഒരു മരണം കൂടി. തൃശൂരിൽ ചികിത്സയിലിരുന്ന 54-കാരനാണ് മരിച്ചത്. സംസ്ഥാനത്ത് H1N1 ബാധിച്ച് ഒരു മരണം കൂടി. തൃശൂരിൽ ചികിത്സയിലായിരുന്ന 54-കാരനാണ് മരിച്ചത്. ശ്രീനാരായണപുരം ശംഖു ബസാർ കൈതക്കാട് അനിൽ 54 മരിച്ചത്. പനിയും ചുമയും ബാധിച്ച് ചികിത്സയിലായിരുന്ന അനിലിന് ഓഗസ്റ്റ് 23 H1N1 സ്ഥിരീകരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകിട്ടായിരുന്നു മരണം. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ മേൽപ്പാലത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിനുള്ളിൽ കണ്ടെത്തി. സുരക്ഷാ ജീവനക്കാരാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗ് കണ്ടെത്തിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിൽ ക്ലീനിംഗ് ജീവനക്കാരിയാണ് ആദ്യം ബാഗ് കണ്ടത്. ബാഗിന് കനം തോന്നിയത് കാരണം റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. റെയിൽവേ പോലീസ് എത്തി ബാഗ് പരിശോധിച്ചപ്പോഴാണ് വെറും 2 ദിവസം പ്രായമായ ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടത്. മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. തുടർന്ന് മൃതദേഹം ബാഗിനുള്ളിൽ നിന്ന് പുറത്തെടുത്ത് പരിശോധനകൾക്കായി അയച്ചു. ബാഗ് ഉപേക്ഷിച്ച് കടന്നയാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. മേൽപ്പാലത്തിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ എപ്പോഴാണ് മൃതദേഹം ഉപേക്ഷിച്ചതെന്നാണ് കരുതുന്നത്. റെക്കോർഡുകൾ തകർത്ത് ഗുരുവായൂരിൽ വിവാഹങ്ങൾ നടന്നു. 355 വിവാഹങ്ങളാണ് കണ്ണന്റെ തിരുസന്നിധിയിൽ നടന്നത്. ഗുരുപാവനപുരിനാഥന്റെ തിരുസന്നിധിയിൽ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹാശിസ്സുകളോടെ അഗ്നിയെ സാക്ഷിയാക്കി ജീവിതത്തിലെ ധന്യമുഹൂർത്തത്തിൽ അവർ ഒന്നായി. തുളസിമാല കഴുത്തിലണിഞ്ഞ് വധൂവരന്മാർ ഭഗവാനെ തൊഴുതു വണങ്ങി പുതുജീവിതത്തിലേക്ക് കടന്നു. പുലർച്ചെ 4 മണി മുതൽ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 10 മിനിറ്റ് സമയമാണ് ഓരോ വിവാഹ പാർട്ടികൾക്കും അനുവദിച്ചിരുന്നത്. വധുവരന്മാർക്കൊപ്പമുള്ള ആളുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവാഹ പാർട്ടികൾക്ക് കതിർ മണ്ഡപത്തിലേക്ക് പോകാനും വരാനുമായി പ്രത്യേക ട്രാക്ക് സംവിധാനം നടപ്പാക്കിയിരുന്നു. 6 കതിർ മണ്ഡപങ്ങളാണ് വിവാഹ ചടങ്ങുകൾക്കായി ഒരുക്കിയിരുന്നത്. ഗുരുവായൂർ ദേവസ്വവും പോലീസും നഗരസഭയും ചേർന്നൊരുക്കിയ സംവിധാനങ്ങൾ തിക്കും തിരക്കുമില്ലാതെ വിവാഹങ്ങൾ നടത്താൻ കഴിഞ്ഞു. വിവാഹ ചടങ്ങുകൾ പൂർത്തിയായതോടെ വിവാഹ പാർട്ടികൾ വേഗം വീടുകളിലേക്ക് മടങ്ങി. ക്ഷേത്ര ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തരും ഉണ്ടായിരുന്നു. തൃശൂർ പൂരം കലക്കാനാണ് ADGP MR അനിൽകുമാറും RSS ജനറൽ സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തിയതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ പൂരം കലക്കാനാണ് ADGP MR അജിത് കുമാറും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയും കൂടിക്കാഴ്ച നടത്തിയതെന്ന്
താൻ പറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതായിരുന്നു BJPയുടെ ആഗ്രഹം. അതിന് ADGP വഴി മുഖ്യമന്ത്രി നൽകിയ ദൂതിനെ തങ്ങൾ സഹായിക്കാമെന്നായിരുന്നു BJPയുടെ ഉറപ്പ്. അതിൻ്റെ തുടർച്ചയായാണ് തൃശൂർ പൂരം കലക്കിയതെന്നും VD സതീശൻ പറഞ്ഞു. തൃശൂർ പൂരം കലക്കുക എന്നത് BJPയുടെയും CPIMൻ്റെയും പ്ലാനായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വഴി അത് നടപ്പിലാക്കുകയായിരുന്നു. വിശ്വാസം, ഹിന്ദു ആചാരം എന്നൊക്കെ പറയുന്നവർ ഇന്ന് ഉത്സവം കലക്കാൻ കൂട്ടുനിൽക്കുകയാണെന്ന് BJPയെ ഉന്നം വെച്ച് സതീശൻ പറഞ്ഞു. തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്ന BJP ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ്. അവരാണ് ഇപ്പോൾ വിശ്വാസത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും തങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അവരുടെ തനിനിറം പുറത്തായെന്നും VD സതീശൻ പറഞ്ഞു. ഒരു ഇടവേള. ഓണം പ്രമാണിച്ച് ഓട്ടുപാറ മാണീസിൽ വിലക്കുറവിന്റെ വമ്പൻ ഓഫറുകൾ. നറുക്കെടുപ്പിലൂടെ കൈനിറിയ സമ്മാനങ്ങൾ നേടാൻ മറ്റൊന്നുമില്ലാത്ത ഓഫറുകളുമായി ഓട്ടുപാറയിലെ മാണീസ്. ഓണം കെങ്കേമമാക്കാൻ മാണീസിനോടൊപ്പം ആഘോഷിക്കൂ. ഈ ഓണം മാണീസിനോടൊപ്പം. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 9072303443 8078417443. വാർത്തകൾ തുടരുന്നു. തൃശൂരിലെ വിജയം പൂരം കലക്കി നേടിയതല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തൃശൂരിലെ വിജയം പൂരം കലക്കി നേടിയതല്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അന്തർധാരയുള്ളത് UDFും LDFും തമ്മിലാണ്. VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ADGP MR അജിത് കുമാർ രാഹുൽ ഗാന്ധിയുമായി, സതീശനുമായും കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. പൂരം കലക്കിയാൽ എങ്ങനെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടും? പുനർജനി തട്ടിപ്പിൽ VD സതീശനെതിരെ അന്വേഷണം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും സുരേന്ദ്രൻ ചോദിച്ചു. കേരളത്തിൽ BJPയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ BJPയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ ADGPയെ അടിസ്ഥാനമാക്കിയാണ് RSSനെ കാണാൻ പോയതെന്ന കോൺഗ്രസിന്റെ പരാമർശത്തെയാണ് ഞാൻ അസംബന്ധമെന്ന് പറഞ്ഞത്. ആരെ കാണാൻ പോകുന്നതും ഞങ്ങളുടെ കാര്യമല്ല. ഞങ്ങളുടെ 100 കണക്കിന് സഖാക്കളെ കൊന്നുകളഞ്ഞവരാണ് RSS. UDFന്റെ 86,000 വോട്ടുകളാണ് തൃശൂരിൽ BJPക്ക് അനുകൂലമായി നൽകിയത്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും. നേമത്ത് ജയിപ്പിച്ചതും കോൺഗ്രസ് ആണ്. നിയമസഭയിലും ലോക്സഭയിലും BJP അക്കൗണ്ട് തുടങ്ങിയത് കോൺഗ്രസിലൂടെയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമാകാതെ NCP നേതൃയോഗം പിരിഞ്ഞു. മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമാകാതെ NCP നേതൃയോഗം പിരിഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഓൺലൈനായി വിളിച്ച യോഗത്തിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്നാണ് തീരുമാനമെടുക്കാതെ നേതൃയോഗം പിരിഞ്ഞത്. ഓൺലൈനായി നടന്ന യോഗത്തിൽ PC ചാക്കോയും ജനറൽ സെക്രട്ടറി KR രാജനും തമ്മിലായിരുന്നു വാക്കേറ്റം. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ ചാക്കോ മാന്യതയില്ലാത്ത നീക്കങ്ങൾ നടത്തിയെന്ന് രാജൻ ആരോപിച്ചു. ഗാന്ധിയനായിട്ടും രാജന് സങ്കുചിത നിലപാടെന്ന് ചാക്കോയും തിരിച്ചടിച്ചു. തർക്കം വ്യക്തിപരമായ തലത്തിലേക്ക് കടന്നതോടെ ചാക്കോ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന കാര്യം ശശീന്ദ്രൻ സ്വയം തീരുമാനിക്കട്ടെ എന്ന് PC ചാക്കോ. മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് തോമസ് K. തോമസ് മുഖ്യമന്ത്രിയെ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 3 ദിവസത്തെ US സന്ദർശനം ആരംഭിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 3 ദിവസത്തെ US സന്ദർശനം ആരംഭിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തുന്നത്. ഡാലസ്, ടെക്സസ്, വാഷിംഗ്ടൺ എന്നിവിടങ്ങളിലാണ് സന്ദർശനം. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പ്രതിനിധികൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. ഊഷ്മള സ്വീകരണത്തിന് രാഹുൽ ഗാന്ധി നന്ദി പറഞ്ഞു. സന്ദർശനത്തിലൂടെ നടക്കുന്ന ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഉപകരിക്കുമെന്നും ഇതിനായി കാത്തിരിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു. ടെക്സസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി രാഹുൽ സംവദിക്കും. എനി ടൈം ന്യൂസും വടക്കാഞ്ചേരി ലയൺസ് ക്ലബ് ഇന്റർനാഷണലും സംയുക്തമായി സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എനി ടൈം ന്യൂസും വടക്കാഞ്ചേരി ലയൺസ് ക്ലബ് ഇന്റർനാഷണലും സംയുക്തമായി സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓട്ടുപാറയിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ബ്യൂട്ടി സിൽക്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ നർത്തകി ഗായത്രി ഗോവിന്ദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിന്റെ തനത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എനി ടൈം ന്യൂസും ലയൺസ് ക്ലബ് ഇന്റർനാഷണലും ചേർന്ന് സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സരം പ്രശംസനീയമാണെന്ന് ഗായത്രി ഗോവിന്ദൻ പറഞ്ഞു. ഒരുപാട് സന്തോഷം ഈയൊരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. അപ്പോൾ കേരളത്തിൽ തിരുവാതിരക്കളി എന്നുള്ളത് എന്താ പറയുക, കേരളത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരുടെയും ജാതിഭേദമന്യേ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന
ഒരു കലാരൂപമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ അതിൽ പങ്കുചേരാൻ എനിക്ക് ഒരുപാട് സന്തോഷം. അതിലെന്നെ ക്ഷണിച്ച എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. ഇതിൻ്റെ വിജയികൾക്കും നിങ്ങളെടുത്ത എഫേർട്ടിനും നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു ഇൻവോൾവ്മെൻറ്റിനും ഒക്കെ ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് അപ്രീസിയേഷൻ. എനി ടൈം ന്യൂസ് ചീഫ് എഡിറ്റർ രാജശേഖരൻ കടമ്പാട്ട, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ AP. പ്രിയപ്പെട്ടവരെ, വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബും എനി ടൈം ന്യൂസ് ചാനലും കൂടി സഹകരിച്ച് നടത്തിയ കൈകൊട്ടിക്കളിയുടെ സമ്മാനദാനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കലാ സാംസ്കാരികങ്ങൾക്കുള്ള പ്രോത്സാഹനം നമ്മുടെ ഈ ബ്യൂട്ടി സിൽക്സ് അവരുടെ ആ മനസ്സിനെ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഞങ്ങൾ ലയൺസ് ക്ലബിനെ സംബന്ധിച്ചോളം എക്കാലത്തും സേവനം അതുപോലെ കലാമൂല്യങ്ങളെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നമ്മുടെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണ സുദിനങ്ങൾ അടുത്തുകൊണ്ടിരിക്കെ ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിന് തയ്യാറായതും ഈ സമ്മാനദാനത്തിന് ഞങ്ങൾ ഒപ്പം എത്തിയിട്ടുള്ളതും. എന്തായാലും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരു നല്ല ഓണാശംസ നേർന്നുകൊണ്ട് നിർത്തും. ലയൺസ് ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ PN ഗോകുലൻ. 2024 ഓണാഘോഷം നമ്മളെ സംബന്ധിച്ച് എന്നും ഓർക്കുന്ന ഒരു സുദിനമാണ്. വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബും എനി ടൈം ഓൺലൈൻ ന്യൂസ് ചാനലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ബ്യൂട്ടി സിൽക്സും സഹകരിച്ചുകൊണ്ട് നടത്തിയതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇന്നിവിടെ നടന്നത്. നമുക്കറിയാം, കലകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എനി ടൈം ന്യൂസിനെ പോലെയും ലയൺസ് ക്ലബിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അതിനൊക്കെ കൈപിടിച്ച് ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സംരംഭമാണ് ഈ കൊല്ലം നടത്തിയത്. അടുത്ത കൊല്ലം ഇതിനേക്കാൾ വലിയ രൂപത്തിൽ ഇത് നടത്തും എന്ന് ഇവിടെ കൂടിയുള്ള എല്ലാ ടീം അംഗങ്ങളോടും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, ഈ വസ്ത്ര വ്യാപാര രംഗത്ത് വടക്കാഞ്ചേരി ഒരുപാട് വസ്ത്രവ്യാപാര രംഗത്തുള്ളവരുണ്ടെങ്കിലും ബ്യൂട്ടി സിൽക്സിന് ഇത്തരത്തിലുള്ള ഒരു സന്മനോഭാവം വടക്കാഞ്ചേരി ലയൺസ് ക്ലബിനോടും എനി ടൈം ന്യൂസിനോടും കാണിക്കാൻ അവരുടെ മനസ്സ് സമ്മതിച്ചതിൽ അവരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമുക്കൊരു ദുസ്വഭാവമുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ വസ്ത്രങ്ങളെടുക്കാൻ പലപ്പോഴും തൃശ്ശൂർക്ക് പോകുന്നത് നിർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് അടി ഏരിയയിൽ സുസജ്ജമായ രീതിയിലുള്ള കുട്ടികൾക്ക് മുതൽ മറ്റുള്ള കല്യാണ ആൾക്കാർക്കും അതേപോലെ തന്നെ പ്രായമായവർക്കും എല്ലാവർക്കും തക്ക വിധത്തിലുള്ള ഒരു സംരംഭമാണ് ബ്യൂട്ടി സിൽക്സ്. അവിടുത്തെ ഉടമസ്ഥന്മാരും സ്റ്റാഫുകളും ജനങ്ങളോട് ഒരുപാട് സഹകരിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഇവിടെ വരാറുണ്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബ്യൂട്ടി സിൽക്സിൽ വന്ന് വസ്ത്രങ്ങൾ എടുക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ബ്യൂട്ടി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ ഇൻസാഫ് റഫീഖ്. സന്തോഷമുണ്ട്. ലയൺസ് ക്ലബിനോടും നമ്മുടെ എനി ടൈം ന്യൂസിനോടും സഹകരിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. കൂടാതെ ഇവിടെ സമ്മാനം വാങ്ങിയ എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാനേജർ LR ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. കിളിമംഗലം നിവേദ്യം കൈകുട്ടികളെ സംഘം 1ാം സ്ഥാനവും. ട്രഡീഷണൽ തിരുവാതിരകളിക്ക് വേണ്ടിയിട്ട് ഒരു അവസരം തന്ന ലയൺസ് ക്ലബിനും എനി ടൈം ന്യൂസിനും ടീം നിവേദ്യത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയണു. തിരുവല്ലാമല ശിവപാർവതി കൈകുട്ടികളെ സംഘം 2ാം സ്ഥാനവും. ഓണാഘോഷത്തിന് എനി ടൈം ന്യൂസും ലയൺസ് ക്ലബും ചേർന്ന് അവതരിപ്പിച്ച കോമ്പറ്റീഷനിൽ 2ാം സ്ഥാനമാണ് ഞങ്ങളുടെ ടീമിന് കിട്ടിയത്. തിരുവല്ലാമലയിൽ നിന്ന് ശിവപാർവതി ടീമാണ് ഞങ്ങൾ. ഈ മത്സരം സംഘടിപ്പിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ആറങ്ങോട്ടുകര സർഗഗന കൈകൊട്ടികളെ സംഘം 3ാം സ്ഥാനവും പങ്കിട്ടു. ഒരു ഇടവേള കൂടി. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കടയിൽ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ. ഓൺലൈൻ വിലയേക്കാൾ വിലക്കുറവിൽ വീട്ടുപകരണങ്ങൾ, എക്സ്ചേഞ്ച് ഓഫറുകൾ, ഡിസ്കൗണ്ട് സെയിൽ. ജനതയുള്ളപ്പോൾ ഇനി എന്തിന് മറ്റൊരിടം തേടി പോകണം? ഓണത്തിനൊരുങ്ങാൻ ജനതയൊരുക്കുന്ന സുവർണാവസരം. മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റൗ, കുക്കർ, 3 പീസ് നോൺ സ്റ്റിക് കുക്ക്വെയർ, കെറ്റിൽ, മോപ്പ്, അയൺ ബോക്സ് എന്നിവയടങ്ങുന്ന പാക്കേജ് ഓണം പ്രമാണിച്ച് 8,899 രൂപയ്ക്ക് ലഭിക്കുന്നു. ജനതയിൽ ഇപ്പോൾ വിലക്കുറവിന്റെ ആഘോഷം.
ജനത ഫ്രാൻസിസ് ടവർ ഓട്ടുപാറ. ഫോൺ 9526267779. വാർത്തകൾ തുടരുന്നു. WCCയുടെ സിനിമ കോഡ് ഓഫ് കണ്ടക്ട് പരമ്പരയ്ക്ക് തുടക്കം. WCCയുടെ സിനിമ കോഡ് ഓഫ് കണ്ടക്ട് പരമ്പരയ്ക്ക് തുടക്കം. സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമെന്നും പഠനങ്ങൾ എല്ലാം ഇത് തന്നെ ആവർത്തിക്കുന്നുവെന്നും WCC വ്യക്തമാക്കി. പരിഹാരത്തിന്റെ പക്ഷത്തു നിന്നും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണമെന്നും സിനിമയിലെ ലൈംഗികാതിക്രമം, ലഹരി ഉപയോഗം എന്നിവ കർശനമായി തടയണമെന്നും ഇത്തരക്കാർക്കെതിരെ പരാതി നൽകാൻ ഔദ്യോഗിക പരിഹാര സമിതി വേണമെന്നും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. എല്ലാവർക്കും തുല്യവും സുരക്ഷിതവുമായ ഒരു തൊഴിലിടം എന്ന നിലയിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തെ പുനർനിർമ്മിക്കുന്നതിന് പുതിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരമ്പര. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ WCC നടത്തിയ പഠനമാണ് പരമ്പരയ്ക്ക് ആധാരം. പ്രതിദിനം ഓരോ നിർദ്ദേശങ്ങളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. നടൻ വിജയുടെ പാർട്ടിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. നടൻ വിജയുടെ പാർട്ടിക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. തമിഴക വെട്രി കഴകത്തിനാണ് അംഗീകാരം ലഭിച്ചത്. പാർട്ടി ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് വിജയ് പറഞ്ഞു. എല്ലാവരും തുല്യരാണെന്ന കാഴ്ചപ്പാടിൽ മുന്നോട്ടു പോകും. പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഉടൻ പ്രഖ്യാപിക്കും. ആദ്യ വാതിൽ തുറന്നെന്നും തമിഴ്നാട്ടിനെ നയിക്കുന്ന പാർട്ടിയായി ഉയരുമെന്നും വിജയ് പ്രതീക്ഷ പങ്കുവച്ചു. ഫെബ്രുവരിയിലാണ് തമിഴ് സൂപ്പർ താരം വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചത്. കരാർ ഒപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നറിയിച്ച നടൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും ആർക്കും പിന്തുണ നൽകില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. അരങ്ങേറ്റ ചിത്രത്തിന്റെ പേരുൾപ്പെടുത്തിയാണ് തമിഴക വെട്രിക്കഴകം പ്രഖ്യാപിച്ചത്. ആരാധക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തിയപ്പോഴാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത്. ഭരണത്തിലെ കൊടും കാര്യസ്ഥത, അഴിമതി, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭജന രാഷ്ട്രീയ സംസ്കാരം എന്നിവ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. 2021 9 ജില്ലകളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയുടെ ആരാധക സംഘടന 115 സീറ്റുകളിൽ വിജയിച്ചെങ്കിലും നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായില്ല. സുരേഷ് ഗോപിയുടെ കടുവാക്കുന്നിൽ കുറുവാച്ചൻ റിലീസ് ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയുടെ താടിയുടെ രഹസ്യമറിയാം. എനി ടൈം ന്യൂസ് സ്പെഷ്യൽ. മന്ത്രിയായ നടൻ സുരേഷ് ഗോപി പാതി വെളുത്തതും പാതി കറുത്തതുമായ താടി വെച്ചതിന്റെ രഹസ്യം അറിയുന്നവർ ചുരുക്കമാണ്. മന്ത്രിയായപ്പോൾ സുരേഷ് ഗോപി സ്റ്റൈൽ മാറ്റി എന്നാണ് പലരും കരുതിയിട്ടുള്ളത്. എന്നാൽ സുരേഷ് ഗോപി പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് താരം ഇത്തരത്തിൽ താടി വളർത്തിയിട്ടുള്ളത്. മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ കടുവാക്കുന്നിൽ കുറുവാച്ചൻ എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത്. തോമച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന മാസ് ചിത്രത്തിലെ കടുവാക്കുന്നിൽ കുറുവാച്ചൻ എന്ന കരുത്തനായ കഥാപാത്രത്തിന് താടി ഇപ്പോൾ ഏറെ ചർച്ചയാണ്. കറുത്ത മീശയും കൃതാവിന് താഴെ വെളുത്ത നരച്ച മുടിയുമാണ്. ചിത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. മന്ത്രിയായ സുരേഷ് ഗോപിയുടെ തിരക്കാണ് ചിത്രീകരണം നിർത്താൻ കാരണമായതെന്നാണ് വിവരം. അഭിനയിക്കാൻ അമിത് ഷാ പച്ചക്കൊടി കാട്ടിയ സാഹചര്യത്തിൽ ഓണം കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ചിത്രീകരണം വീണ്ടും ആരംഭിക്കും. My new look, sir. Next film. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി നഗരത്തിൽ 10 മുതൽ ഗതാഗത നിയന്ത്രണം. H1N1 ബാധിച്ച് ഒരു മരണം കൂടി. ചികിത്സയിലിരുന്ന 54-കാരനാണ് മരിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിനുള്ളിൽ കണ്ടെത്തി. റെക്കോർഡുകൾ തകർത്ത് ഗുരുവായൂരിൽ വിവാഹങ്ങൾ. 355 വിവാഹങ്ങളാണ് കണ്ണന്റെ തിരുസന്നിധിയിൽ നടന്നത്. തൃശൂർ പൂരം കലക്കാനാണ് ADGPയും RSS ജനറൽ സെക്രട്ടറിയും കൂടിക്കാഴ്ച നടത്തിയതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് VD സതീശൻ. വിജയം പൂരം കലക്കി നേടിയതല്ലെന്ന് K. സുരേന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.